ഒരു ചെറിയ ചോദ്യം. ഒരു പൂമ്പാറ്റ ചിറകടിച്ചാൽ കൊടുങ്കാറ്റുണ്ടാകുമോ? അല്ലെങ്കിൽ ഇവിടെ ഇരുന്നൊരു ചെറിയ കുട്ടി വീഡിയോ ഗെയിം കളിച്ചാൽ അത് മറ്റൊരിടത്തിരിക്കുന്ന ഒരാളുടെ മരണത്തിന് കാരണമാകുമോ? ഇതൊക്കെ എങ്ങനെ സംഭവിക്കാനാണെന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു കഥ പറയാം. പൂമ്പാറ്റകൾ ചിറകടിക്കുമ്പോൾ കൊടുങ്കാറ്റുണ്ടാവുന്ന കഥ. കഥ തുടങ്ങുന്നത് ഒരു ഡിസംബർ 13-ാം തീയതിയാണ്. അന്നായിരുന്നു അബിയുടെ 10ാമത് ജന്മദിനം. അന്നേ ദിവസം അവന് ഒരുപാട് സമ്മാനങ്ങൾ ലഭിച്ചെങ്കിലും അവനെ ഏറെ ആകർഷിച്ചത് അവന്റെ അമ്മാവൻ നൽകിയ ഒരു വീഡിയോ ഗെയിം ആയിരുന്നു. കയ്യിൽ വെച്ച് കളിക്കാവുന്ന ഒരു ചെറിയ ഹാൻഡ് ഹെൽഡ് വീഡിയോ ഗെയിം കൺസോൾ. പിറ്റേ ദിവസം സ്കൂളിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതിനിടയിൽ ആരും കാണാതെ ആ വീഡിയോ ഗെയിം കൺസോൾ അവന്റെ ബാഗിനുള്ളിൽ ഒളിപ്പിച്ചു. തനിക്ക് കിട്ടിയ സ്നേഹ സമ്മാനം കൂട്ടുകാരെയൊക്കെ ഒന്ന് കാണിക്കണം, അവർക്കൊപ്പം അല്പനേരം ഗെയിം കളിക്കണം. അത് മാത്രമായിരുന്നു അന്ന് അവന്റെ മനസ്സ് മുഴുവൻ. അന്ന് സ്കൂളിലെത്തിയ അബി ഓരോ ഇന്റർവെൽ സമയവും കൂട്ടുകാരോട് തന്റെ വീഡിയോ ഗെയിമിനെ പറ്റി വർണ്ണിച്ചും അവർക്കൊപ്പം ഗെയിം കളിച്ചും തള്ളി നീക്കി. അങ്ങനെ ലാസ്റ്റ് പീരീഡും കഴിഞ്ഞ് സ്കൂൾ വിടാനുള്ള അവസാനത്തെ ബെല്ലും മുഴങ്ങി. പക്ഷെ അവന് പോകാനുള്ള സ്കൂൾ ബസ് വരാൻ ഇനിയും ഒരല്പനേരം കൂടി ബാക്കിയുണ്ട്. ഈ സമയം കൂടി വീഡിയോ ഗെയിം കളിക്കാമെന്ന് അബിയും അവന്റെ കൂട്ടുകാരനായ കെവിനും തീരുമാനിക്കുന്നു. ആരും കാണാതെ സ്കൂൾ ഗ്രൗണ്ടിന്റെ ഒരു കോണിലിരുന്ന് അവർ വീഡിയോ ഗെയിം കളിക്കാൻ ആരംഭിച്ചു. വീഡിയോ ഗെയിമിൽ മുഴുകിയിരുന്ന അവർ ചുറ്റുമുള്ളതെല്ലാം മറന്നു. സ്കൂൾ ബസ് വന്നതും പോയതുമൊന്നും അവരറിഞ്ഞില്ല. അകലെ മുഴങ്ങിക്കേട്ട ഹോണിടി ശബ്ദം പോലും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. സമയമേറെ വൈകിയാണ് അവർ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരുന്നത്. വിജനമായ സ്കൂൾ പരിസരം കണ്ട് അവർ വല്ലാതെ പരിഭ്രമിക്കാൻ തുടങ്ങി. ബസ് പോയി കഴിഞ്ഞിരിക്കുന്നു. വീട്ടിലിനി എന്തു പറയും? പേടിച്ചരണ്ട അവർ വഴിയറിയില്ലെങ്കിലും സ്കൂളിൽ നിന്നിറങ്ങി റോഡിലൂടെ നിറകണ്ണുകളോടെ നടക്കാൻ തുടങ്ങി. ഇതേ സമയം അബിയുടെ വീട്ടിൽ ആശങ്കയുടെ കരിനിഴൽ വീണു കഴിഞ്ഞിരുന്നു. മകൻ എത്തേണ്ട സമയം ഏറെ കഴിഞ്ഞിട്ടും അവനെ കാണാത്തതിൽ അവന്റെ അമ്മയുടെ മനസ്സ് പിടഞ്ഞു. അവർ അബിയുടെ അച്ഛനായ ഡോക്ടർ മാത്യുവിനെ വിവരമറിയിച്ചു. ആ വാർത്ത നിർണായകമായ ഒരു ഓപ്പറേഷന്റെ തയ്യാറെടുപ്പിലായിരുന്ന ഡോക്ടർ മാത്യുവിനെ വല്ലാതെ തളർത്തി. അദ്ദേഹം തൻ്റെ 2 സുഹൃത്തുക്കളെ മകനെ അന്വേഷിക്കാനായി പറഞ്ഞയച്ചു. അവൻ സ്കൂളിൽ തന്നെ ഉണ്ടാവും, ബസ് മിസ്സായതാവണം. മാത്യു തൻ്റെ മനസ്സിനെ സ്വയം ഒന്ന് ആശ്വസിപ്പിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടന്നു. അങ്ങനെ ഓപ്പറേഷൻ ആരംഭിച്ചെങ്കിലും ആ പിതാവിൻ്റെ ആദി അദ്ദേഹത്തിൻ്റെ മനസ്സിനെ കാർന്നു തിന്നാൻ തുടങ്ങിയിരുന്നു. ആ പിരിമുറുക്കത്തിൽ അദ്ദേഹത്തിൻ്റെ കൈകൾ ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയം റോഡിലൂടെ പേടിച്ചു നടന്നു വന്നിരുന്ന അബിയെയും കൂട്ടുകാരനെയും നാട്ടുകാരിൽ ഒരാൾ കാണുകയും അവരവരുടെ വീടുകളിൽ സുരക്ഷിതമായി എത്തിക്കുകയും ചെയ്തിരുന്നു. അന്ന് അമ്മയുടെ ശകാരം കേട്ട് കരഞ്ഞു തളർന്നുറങ്ങിയ അബി പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് അവന്റെ വീടിന് മുന്നിൽ ക്ഷുഭിതരായി നിന്നിരുന്ന കുറച്ചധികം ആളുകളെയും അവർക്ക് മുന്നിൽ പരിഭ്രമിച്ച് തല താഴ്ത്തി നിൽക്കുന്ന അവന്റെ അച്ഛനെയുമായിരുന്നു. ഡോക്ടർ മാത്യു കഴിഞ്ഞ ദിവസം സർജറി ചെയ്ത രോഗി മരിച്ചിരിക്കുന്നു. ഈ സമയം അവന്റെ സ്കൂളിൽ മറ്റൊന്നുകൂടി സംഭവിക്കുന്നുണ്ടായിരുന്നു. കുട്ടികളെ ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ ബസ് ജീവനക്കാരായ 2 പേരെ സ്കൂളിൽ നിന്നും പുറത്താക്കി. ആ രോഗിയുടെ മരണത്തിനും 2 പേരുടെ ജോലി ഇല്ലാതായതിനും ശരിക്കും എന്തായിരിക്കും കാരണം? അന്ന് അബി കൃത്യസമയത്ത് സ്കൂൾ ബസ്സിൽ കയറാതിരുന്നതാണോ ഇതിനെല്ലാം കാരണം? അതോ ആ വീഡിയോ ഗെയിം സ്കൂളിലേക്ക് കൊണ്ടുപോയതോ? അതുമല്ലെങ്കിൽ തലേ ദിവസം ഇതവന് സമ്മാനിച്ച അവന്റെ അമ്മാവനാണോ ഇതിനെല്ലാം കാരണം? അബിയുടെ കഥ ഒരു സാങ്കല്പിക കഥയാണ്. പക്ഷേ ഇതിന് സമാനമായ അനുഭവങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവും. വളരെ നിസ്സാരമെന്ന് കരുതുന്ന ഒന്ന് ഒരു ചെയിൻ ആക്ഷനിലൂടെ നല്ലതോ ചീത്തയോ ആയ ഒരു വലിയ അവസ്ഥയിലേക്ക് എത്തുന്ന ഇത്തരം പ്രതിഭാസത്തെയാണ് ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്നത്. 1961 അമേരിക്കയിൽ ഗണിതശാസ്ത്രജ്ഞനും കാലാവസ്ഥാ ഗവേഷകനുമായിരുന്ന എഡ്വേർഡ് ലോറൻസ് ആണ് ഈ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. കാലാവസ്ഥാ പ്രവചനത്തിലെ നേരിയ സംഖ്യാവ്യത്യാസങ്ങൾ പോലും വളരെ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന കണ്ടെത്തലായിരുന്നു അദ്ദേഹത്തെ ഈ സിദ്ധാന്തത്തിലേക്ക് നയിച്ചത്. ഈ ആശയം മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായി അദ്ദേഹം ഒരു പ്രസംഗത്തിനിടയിൽ ഒരു ചോദ്യം ചോദിച്ചു. ബ്രസീലിൽ ഒരു പൂമ്പാറ്റ പറന്നാൽ ടെക്സാസിൽ അതൊരു ചുഴലിക്കാറ്റിന് കാരണമാകുമോ എന്നതായിരുന്നു ആ ചോദ്യം. ചിത്രശലഭത്തിന്റെ ചിറകടി ഒരു ചെറിയ സംഭവത്തെയും ചുഴലിക്കാറ്റ് അതിന്റെ വലിയ ഫലത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഒരു സാധാരണ കാർ ഡ്രൈവർ 1-ാം ലോക മഹായുദ്ധത്തിന് കാരണമായതും ഫുട്ബോൾ മാത്രം കളിക്കാൻ ആഗ്രഹിച്ചിരുന്ന MS ധോണി തന്റെ സ്കൂൾ ക്രിക്കറ്റ് ടീമിലെ ഒരൊറ്റ കളിക്കായി പകരക്കാരനായി ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്ക് എത്തിയതും പിന്നീട് ലോകമറിയുന്ന ക്രിക്കറ്ററായി മാറിയതുമൊക്കെ ഇതേ ബട്ടർഫ്ലൈ എഫക്റ്റിന്റെ ഉദാഹരണങ്ങളാണ്.